നമ്മൾ കണ്ണൂരിലെ 10 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂരിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണിത്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുണ്ട്. എല്ലാ ദിവസവും ഇവിടെ തെയ്യം, മുത്തപ്പൻ വെള്ളാട്ടം തിറ എന്നിവ നടക്കുന്നതാണ്. പയറും ചായയാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കേരളത്തിൽ 108 ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. പ്രത്യേകത, ഇവിടെ ശിവനെ രാജരാജേശ്വരനായിട്ടാണ് ആരാധിക്കുന്നത്. ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ശക്തിപീഠം കൂടിയാണിത്. ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് രാത്രി 8 മണിക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കൊട്ടിയൂർ മഹാശിവക്ഷേത്രം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം പ്രകൃതി രമണീയമായ വനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്നിങ്ങനെ 2 ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. വർഷത്തിൽ 27 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം സീതയെ തിരഞ്ഞുള്ള യാത്രയിൽ ഇവിടെ എത്തിയതാണെന്നാണ് വിശ്വാസം. ഇവിടത്തെ വിശാലമായ ക്ഷേത്രക്കുളം ആകർഷകമാണ്. സർപ്പബലി പ്രധാന വഴിപാടാണ്. മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പഴശ്ശിരാജയുമായി ഏറെ ബന്ധപ്പെട്ട ക്ഷേത്രമാണിത്. സംഗീതത്തിൻ്റെയും കലകളുടെയും ദേവിയായിട്ടാണ് ഇവിടുത്തെ ഭഗവതിയെ ആരാധിക്കുന്നത്. കഠിനമായ രോഗശമനത്തിനായി ഭക്തർ ഇവിടെ മൃദംഗം സമർപ്പിക്കാറുണ്ട്. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട 5 ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ചെമ്പ് തകിടുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെമ്പമ്പലം എന്നും ഇത് അറിയപ്പെടുന്നു. ഇവിടുത്തെ ചുമർചിത്രങ്ങൾ അതിമനോഹരമാണ്. തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം കംസവധത്തിന് ശേഷമുള്ള രൗദ്രഭാവത്തിലുള്ള ശ്രീകൃഷ്ണനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടത്തെ തൃച്ചംബര ഉത്സവം വളരെ പ്രസിദ്ധമാണ്. തൃച്ചംബരത്തപ്പനും മഴക്കൂർ ബാലരാമനും ഒന്നിച്ചുള്ള നൃത്തം കാണാൻ ആയിരക്കണക്കിന് ഭക്തർ എത്താറുണ്ട്. മാടായിക്കാവ് ഭഗവതി ക്ഷേത്രം ചിറക്കല രാജവംശത്തിൻ്റെ പരദേവതയായ ഭദ്രകാളിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ഉത്തമമായ ശാക്തീയ പൂജാവിധികൾ നടക്കുന്ന അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കളമെഴുത്തുപാട്ട് ഇവിടുത്തെ പ്രധാന ചടങ്ങാണ്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ദക്ഷിണകാശി എന്നും ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാറുണ്ട്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമിയെ പയ്യന്നൂർ പെരുമാൾ എന്ന് വിളിക്കുന്നു. ക്ഷേത്രമോതിരം നിർമ്മിക്കാനുള്ള അനുവാദം ഇവിടെയുള്ള കുടുംബാംഗങ്ങൾക്ക് ഉള്ളതാണ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ഭക്ഷണത്തിൻ്റെ ദേവിയായ അന്നപൂർണേശ്വരിയെ ഇവിടെ ആരാധിക്കുന്നു. ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും ഭഗവതി ഭക്ഷണം നൽകുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതിനാൽ ഇവിടെ എപ്പോഴും അന്നദാനം നടക്കുന്നു. ഈ പറഞ്ഞ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.